ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കും. ഇനിയിപ്പോൾ എൻ്റെ കാര്യം പറയാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് കയറി കിടക്കാനുള്ള ഒരു വീട് വേണം എന്തായാലും. പിന്നെ ഇവർക്ക് കാലാകാലം ജീവിക്കാനുള്ളൊരു ജോലി, അത് രണ്ടുമാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. വയനാട്ടിൽ ഇനിയിപ്പോൾ ആ ഭാഗം കാണുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു വയറ്റിൻ്റെ ഉള്ളിൽ കൂടി ഒരു കാളലാന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇവളുടെ സന്തോഷമല്ലേ, ഇപ്പോൾ പരമാവധി ഇവിടുന്ന് മാറാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അച്ഛനും അമ്മയും അനിയത്തിയും ഫാമിലി ആരും ഇല്ലാണ്ട് ഇവിടെ നിൽക്കാനുള്ള ഈ ഒരു പരീക്ഷണത്തിന് ഞാനിവിടെ നിന്ന് കൊടുക്കുന്നില്ല. എവിടേക്കെങ്കിലും മാറി നിൽക്കണം എന്നുള്ള ഇതിലാണ്. കേരളം നെഞ്ചിലേറ്റിയ പെൺകുട്ടിയാണ് ശ്രുതി. ഉരുൾപൊട്ടലിൽ വേണ്ടപ്പെട്ടവരെ എല്ലാം നഷ്ടമായ പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ടവനും കഴിഞ്ഞ ദിവസം വിടവാങ്ങിയിരുന്നു. എന്നാൽ നീ ഇന്ന് ഒറ്റയ്ക്കല്ല, മലയാളക്കര മുഴുവനും നിന്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തുകയാണ് അവളെ മലയാളികൾ ഒന്നടങ്കം. അച്ഛനും അമ്മയും സഹോദരിയുമാണ് ഉരുൾപൊട്ടലിൽ അവൾക്ക് നഷ്ടമായത്. അന്ന് കൈത്താങ്ങായി നിന്നത് പ്രിയപ്പെട്ടവൻ ജെൻസൺ ആയിരുന്നു. എന്നാൽ ജെൻസന്റെ അപ്രതീക്ഷിത വിയോഗം ശ്രുതി എന്ന പോലെ തന്നെ മലയാളികളെ ആകെ ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. സ്കൂൾ കാലം മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരാണ് ജെൻസനും ശ്രുതിയും. പിന്നീട് 10 വർഷക്കാലത്തെ പ്രണയം. തനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം സംരക്ഷിക്കുമെന്നും എന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹവും ഒരിക്കൽ ജെൻസൺ പറഞ്ഞു. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് കയറി കിടക്കാനുള്ള ഒരു വീട് വേണം എന്തായാലും. പിന്നെ ഇവർക്ക് കാലാകാലം ജീവിക്കാനുള്ളൊരു ജോലി. ഒടുക്കം ജെൻസൺ അപ്രതീക്ഷിതമായി മടങ്ങുമ്പോൾ ആ വാക്കുകൾ കരള് വിളക്കുന്ന കാഴ്ചയായി ഓരോ മലയാളികളുടെ മനസ്സിൽ നിലനിന്നു. എന്നാൽ ജെൻസന്റെ ആഗ്രഹം താൻ നിറവേറ്റുമെന്ന വാക്കോട് എത്തിയിരിക്കുകയാണ് ബോച്ചെ. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നുള്ള ആ ഒരു വാദ്യം വളരെ ഫേമസ് ആയിപ്പോയി. അത് കേട്ട ആർക്കും വല്ലാതെ ആയിപ്പോയി ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇത് അപകടത്തിന് ശേഷം. അപ്പൊ അത് ഞാൻ അറിയിച്ചു, ഏട്ടനെ പോലെ ഞാൻ ഉണ്ടാവും ആ ഭാഗത്ത്. നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, നഷ്ടപ്പെട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ. പറ്റാവുന്ന രീതിയിലൊക്കെ ആശ്വസിപ്പിച്ചു. ജെൻസിന് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി സേഫായിട്ട് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കണം, ഒരു വീട് വെച്ച് കൊടുക്കണം. ഇതായിരുന്നു വലിയൊരു രണ്ടാമത്തെ ആഗ്രഹം. അത് നമുക്ക് പറ്റും. ഇവിടെ നമ്മളെല്ലാവരും ശ്രുതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ എത്തിയാണ് ആ ഉറപ്പ് ബോച്ചെ നൽകിയത്. ഞാൻ എന്നും നിനക്ക് ഏട്ടനായി ഒപ്പമുണ്ടാകുമെന്നും പ്രകൃതി നിയമമാണ് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ബോച്ചെ പറയുന്നു. മാത്രവുമല്ല ജെൻസന്റെ ആ വാക്കുകൾ തന്റെ ഉള്ളുലച്ചുവെന്നും എന്നും കയറി കിടക്കാൻ ഒരു വീട് ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി. കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രുതി. ഇപ്പോഴും ജെൻസന്റെ വേർപാട് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ ഒരു പെൺകുട്ടി കഴിയുന്നത്. ഈ അവസ്ഥ ഏറെ വേദനാജനകമെന്നും ബോച്ചെ പ്രതികരിച്ചു. ജെൻസന്റെ ആ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. ഏട്ടനെ പോലെ ഞാനുണ്ടാകും. നമ്മൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ, നഷ്ടപ്പെട്ടത് ഒന്നും കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയല്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക എന്നതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവൾക്ക് വേണ്ടി നമ്മൾ വീട് വെച്ച് നൽകും. ഇങ്ങനെയുള്ള ആശ്വാസ വാക്കുകളല്ലേ നമ്മളെ കൊണ്ട് ആകും. ചില സമയത്ത് ദൈവം പ്രകൃതി ഒക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോകും. ഈ ദുരന്തത്തിൽ ശ്രുതിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടതാണ്. അവിടെ ജെൻസൺ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതും നഷ്ടമായി. ഇനി നമുക്ക് കൈത്താങ്ങായി അവൾക്കൊപ്പം നിൽക്കാം. ബോച്ചെ പറഞ്ഞത് എങ്ങനെയായിരുന്നു. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടിരുന്ന ശ്രുതിക്ക് പിന്നാലെയായിരുന്നു ജെൻസന്റെ വിയോഗവും. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 3:30 കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നിൽ ശ്രുതിക്കൊപ്പം വാനിൽ സഞ്ചരിക്കവെയുണ്ടായ ഒരു അപകടത്തിലാണ് ജെൻസന് പരിക്കേറ്റതും ശ്രുതിയും കുടുംബാംഗങ്ങളിൽ ചിലരും കൂടിയുണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ച വാൻ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജെൻസൺ. ബുധനാഴ്ച രാത്രിയാണ് മരിച്ചത്.